കാത്തിരിപ്പ് ഇത് അവസാനിക്കുകയാണ്. വളരെ പ്രീമിയം ലുക്കോട് കൂടി റോയൽ എൻഫീൽഡ് തങ്ങളുടെ ഹൈവേ ക്രൂയിസറിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350. മീറ്റിയോറിനെ കുറിച്ച് നിങ്ങൾ അറിയണമെന്നാഗ്രഹിച്ച എല്ലാ വിവരങ്ങളുമായാണ് ദ മോട്ടോർ വേൾഡ് ഇന്ന് എത്തിയിരിക്കുന്നത്. ആ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. വളരെ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ബ്രിട്ടനിലെ ഏതോ ഒരു ദ്വീപിൽ വിജനമായ റോഡിൽ കൂടി മീറ്റിയോർ 350 ഓടിച്ചു വന്ന ഐഷർ മോട്ടോഴ്സ് MD സിദ്ധാർത്ഥ ലാലാണ് വാഹനത്തെ പരിചയപ്പെടുത്തിയത്. വാഹനത്തെ ഒളിച്ചു നിർത്തി കാണിച്ച ടീസറിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വാഹനത്തെ അവതരിപ്പിക്കുന്ന അഡ്വർടൈസിംഗ് വീഡിയോ ഉണ്ട്. നമുക്കതൊന്ന് കൂലങ്കഷമായി വീക്ഷിച്ചിട്ട് തിരിച്ചു വരാം. വാഹനത്തിൻ്റെ ലൈവ് ലോഞ്ചിങ്ങിനിടെ ഒരു വ്യക്തി സരസമായി പറഞ്ഞ കമൻറ്റാണ് അവഞ്ചർ പ്ലസ് തണ്ടർബേർഡ് = മീറ്റിയോർ 350. വാഹനത്തിൻ്റെ ചില പോസുകളിൽ എനിക്കും അങ്ങനെ തന്നെ തോന്നി. സീറ്റുകൾ വൈഡാണ്, ലോ ആണ്, കംഫോർട്ടബിൾ ആണ്. വാഹനത്തിൻ്റെ ഓരോ ചെറിയ പാർട്ടുകളും അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് പോലെ തോന്നി. ഉള്ളിലുള്ളത് 349cc ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ്. ബാലൻസിംഗ് ഷാഫ്റ്റ് ഉപയോഗിച്ച് എഞ്ചിൻ വൈബ്രേഷൻ പരമാവധി കുറച്ചിരിക്കുന്നു എന്നതാണ് കമ്പനിയുടെ ഉറപ്പ്. ട്വിൻ ക്രൈഡിൽ ഫ്രെയിമും കസ്റ്റം സസ്പെൻഷനുമൊക്കെ യാത്രാസുഖവും വാഹനത്തിൻ്റെ ഹാൻഡ്ലിംഗ് ഒരു പുത്തൻ അനുഭവമാക്കും. ABS കൂടി എത്തുന്ന വാഹനത്തിന്റെ ടയറുകൾ ട്യൂബ്ലെസ് ആണ്. മുൻപ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ട്രിപ്പർ നാവിഗേഷൻ വഴി തെറ്റാതെ സഹായിക്കും. റോയൽ എൻഫീൽഡ് ആപ്പിൽ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്താൽ വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ തന്നെ ട്രിപ്പർ നാവിഗേഷൻ വഴി കാട്ടും. കമ്പനി തന്നെ ധാരാളം കസ്റ്റമൈസേഷനുകൂടി വഴിയൊരുക്കുന്നുണ്ട്. 15ഓളം കളറുകൾ, സ്വന്തം പേരെഴുതിയ നെയിം ടാഗ്, നിരവധി ആക്സസറീസ് എന്നിങ്ങനെ പോകുന്നു ഓപ്ഷനുകൾ. 3 ബേസിക് വേരിയൻസ് ആണ് മീറ്റിയോർ 350 ഫയർബോൾ, സ്റ്റെല്ലാർ, സൂപ്പർനോവ. ഇനി വിലയുടെ കാര്യം. ഫയർബോളിന് എക്സ്ഷോറൂം വില 1,75,825 രൂപയാണ്. സ്റ്റെല്ലാറിന് അത് 1,81,342 രൂപയിൽ തുടങ്ങുന്നു. സൂപ്പർനോവ ആകുമ്പോഴോ അത് 1,90,536 രൂപയാണ്. മീറ്റിയോർ 350 കൂടി എത്തുന്നതോടെ മിഡ് ലെവൽ സെഗ്മെന്റിൽ യുദ്ധം മുറുകുകയാണ്. ഹോണ്ട, ജാവ, ബെനലി, റോയൽ എൻഫീൽഡ് എന്നിങ്ങനെ പോകുന്നു കമ്പനികൾ. ഈ യുദ്ധത്തിൽ മീറ്റിയോർ 350ക്ക് എന്തു നേട്ടം കൈവരിക്കാൻ കഴിയും എന്ന് കാത്തിരുന്ന് കാണാം. ഞങ്ങൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരെ തൽക്കാലം വിട. നന്ദി, നമസ്കാരം.